ടൂറിസം റിസോർട്ട് മാഫിയകളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളെ അതിജീവിച്ച് കേരളത്തിലെ 6 ജില്ലകളിലെ 1.5 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നടത്തിവരുന്ന മുല്ലപ്പെരിയാർ ടണൽ സമരം 501-ാം ദിവസത്തിലേക്ക്. This news brought to you by Pleasant Holiday in Homestay. ശാന്തസുന്ദരമായ താമസ സൗകര്യവും സ്വന്തം ഫിഷ് ഫാമിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു അനുഭവവും നിങ്ങൾക്ക് തരുന്നു. പ്ലസന്റ് ഹോളിഡേ ഇൻ ഹോംസ്റ്റേ, പെരുമാൾപടി ഈസ്റ്റ്, വൈപ്പിൻ. മുല്ലപ്പെരിയാർ ടണൽ സമരം 501-ാം ദിവസം. മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് രമേശ് രവിയുടെ നേതൃത്വത്തിൽ അലോഷ്യസ് മഞ്ഞനക്കാട്, നിർമ്മല ദേവി, കുമാരി മേരി മിൽക്കി, ഐഷ രവീന്ദ്രൻ, തൈക്ല എന്നിവർ ഉപവാസം അനുഷ്ഠിച്ചു. 130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ 2014 മെയ് 7 സുപ്രീം കോടതി നിർദ്ദേശമായ പുതിയ തുരങ്കം നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി എന്നേക്കുമായി ഡികമ്മീഷൻ ചെയ്യുന്നതിനായി ജാതിമത രാഷ്ട്രീയത്തിനതീതമായി നടത്തിവരുന്ന അനിശ്ചിതകാല ഉപവാസ സമരം 501-ാം ദിവസം പിന്നിട്ടു. വൈപ്പിൻകര, വല്ലാർപാടം, മുളവുകാട്, കടമക്കുടി തുടങ്ങിയ ഗോശ്രീ ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ദ്വീപുകളിൽ ജനിച്ചു വളർന്ന നാടിന്റെ സ്പന്ദനം അറിയുന്ന സ്ഥാനാർത്ഥികളെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ നിർത്തണമെന്ന് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് രമേശ് രവി ആഹ്വാനം ചെയ്തു. നമ്മുടെ നാട്ടിലെ അടിയന്തര പ്രശ്നങ്ങളായ ഗതാഗതക്കുരുക്ക്, കടൽക്ഷോഭം, വേലിയേറ്റ വെള്ളപ്പൊക്ക ദുരിതങ്ങൾ, കുടിവെള്ളക്ഷാമം, തീരദേശ റോഡ്, കായലിലെ എക്കൽ മണ്ണ് മാറ്റുന്നത്, ഫാക്ടറികളിലെ വിഷജലം മൂലം മത്സ്യസമ്പത്ത് കുറയുകയും ജനങ്ങൾ രോഗബാധിതരാവുകയും ഫാക്ടറികളിലെ വിഷവാതകം വ്യാപനം മൂലം ഗോശ്രീ ജനങ്ങൾക്ക് ശ്വാസകോശ പ്രശ്നങ്ങൾ വരുന്നതും ആയ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. മുനമ്പം പാലം വരുന്നതിന് മുൻപ് എറണാകുളത്തേക്ക് സമാന്തര പാലം നിർമ്മിക്കുക, ടെട്രോപോഡിന് സമാന്തരമായി തീരദേശ റോഡ് നിർമ്മിച്ച് കടൽക്ഷോഭം പരിഹരിക്കാനും ഭാവിയിലെ ഗതാഗത പ്രശ്നം ഒഴിവാക്കുവാനും സാധിക്കും തുടങ്ങിയ ആവശ്യങ്ങൾ ആത്മാർത്ഥതയോടെ എത്രയും വേഗം നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഗോശ്രീ ദ്വീപുകളിൽ ജനിച്ചു വളർന്ന നാടിന്റെ സ്പന്ദനം അറിയുന്ന നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കണം എന്ന് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രവർത്തകൻ ആവശ്യപ്പെട്ടു. CPM, BJP, കോൺഗ്രസ്, AAP, 2020 തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്ക് ഗോശ്രീ ദ്വീപ് ജനതയുടെ ഏറ്റവും വലിയ ഈ ആവശ്യം ഉന്നയിച്ച് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി കത്തുകൾ അയച്ചു. സാമൂഹ്യ പ്രവർത്തകനായ ഗോശ്രീ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിളി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഇവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സാധാരണക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സർക്കാരിന്റെ ഖജനാവിലെ പൈസ ഇതേപോലെ ദൂർത്തടിച്ച് കളയുന്ന ഭരണാധികാരികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതേപോലെയുള്ള നിസ്വാർത്ഥമായ ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ 6 ജില്ലകളെ ബാധിക്കുന്ന മുല്ലപ്പെരിയാർ ടണലിന്റെ വിഷയവും പറഞ്ഞുകൊണ്ട് 501 ദിവസമായി ഇവിടെ സമരത്തിലിരിക്കുന്ന ഈ സമരഭടന്മാരെ സന്ദർശിക്കുവാനായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷേ അതിലൊന്നും പ്രധാനപ്പെട്ട ആളുകളുടെ പേരൊന്നും ഞാൻ കേട്ടില്ല. ഇവിടുത്തെ ജനപ്രതിനിധികളുടെ പേരൊന്നും അധികം കേട്ടില്ല. മേധാ പട്കർ അതുപോലെയുള്ള സാമൂഹ്യ പരിസ്ഥിതി നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നെങ്കിലും നമ്മുടെയൊക്കെ ഈ നാട്ടിൽ ഭരണം നടത്തുന്ന ആളുകളൊന്നും അധികം വന്ന് സന്ദർശിക്കാറില്ല. അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം എന്താണ്? പേരെടുക്കുക, ഓണറേറിയം വാങ്ങിക്കുക, ഉദ്ഘാടനം നടത്തുക, ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രഹസനം നടത്തിക്കൊണ്ട് ഇനി അടുത്ത 5 കൊല്ലത്തേക്ക് സ്ഥാനാർത്ഥിയാകുവാൻ വേണ്ടിയുള്ള വടംവലി. ശ്രീ സെബാസ്റ്റ്യൻ തൈക്കാനത്ത്, ആന്റണി പുന്നത്തറ, ക്ലീറ്റസ്, അനന്ത്യ, ഷിജി തമ്പി എന്നിവർ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി രക്ഷാധികാരി പ്രൊഫസർ CP റോയി, ശശിധരൻ പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. സെക്രട്ടറി സ്മിജിൻ രാജ് CS നന്ദിയും പറഞ്ഞു. നമ്മുടെ നാടിനു വേണ്ടി പല കാര്യങ്ങളും നിഷ്കാമമായി ചെയ്യുന്ന പോൾ മാമ്പിളിയെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ നമ്മുടെ സമരപന്തലിലേക്ക് ഇന്ന് എത്തിയത് നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഈ 501-ാം ദിവസം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ സമരപന്തലിലേക്ക് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പല വിഭാഗങ്ങളിൽ പെട്ട എല്ലാ തരത്തിലുള്ള ആളുകളും പല സമയങ്ങളിലായി എത്തിച്ചേർന്ന് കഴിഞ്ഞു. നമ്മളുടെ നാട്ടിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിക്കഴിഞ്ഞു. മേധാ പട്കറെ പോലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ദയാഭായിയെ പോലുള്ളവരും എത്തിക്കഴിഞ്ഞു. ഇതെല്ലാം ഈ 501 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ അടിത്തറ തന്നെയാണ്.
ഒരു വലിയ വൃക്ഷം വളർന്നു വരുമ്പോൾ ആദ്യം അത് വേരുകളിൽ പതിയെ പതിയെ അതിന്റെ അടിത്തറ സ്ട്രോങ് ആക്കിയ ശേഷമായിരിക്കും പടർന്നു വന്നിരിക്കുന്നത്. ഇന്നുപോലെ ഈ സമരം 2024 ഒക്ടോബർ 2 ആരംഭിച്ച് ഇന്ന് 501 ദിവസം തികയുന്ന ദിവസം നമ്മളുടെ വേരുകൾ പല രീതിയിൽ നമ്മൾ ബലപ്പെടുത്തി കഴിഞ്ഞു. കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി സംസാരിക്കാൻ മേധാ പട്കർ തയ്യാറാണെന്ന് എന്ന് നമുക്ക് ഉറപ്പ് നൽകി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളെ ഈ ഒരു ആശയം ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മളെ സമരത്തിന് ഏത് സമയത്തും സമരമാളിക്കെത്തിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുവാൻ മേധാ പട്കറെ പോലെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകർ തയ്യാറാണെന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞു.